നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുബൈർ. എന്താണ് ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി? ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് അമിതവണ്ണം കാണുമല്ലോ, അതിനെയാണ് ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ കുട്ടികൾ വല്ലാണ്ട് തടിച്ചിരിക്കും. സാധാരണ വെയിറ്റ് അവർക്ക് വേണ്ട വെയിറ്റിനെക്കാട്ടിയും ഒരുപാട് കൂടുതലായിരിക്കും ആ ടൈമിൽ. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് വേണോ? ഡയറ്റ് ഒരിക്കലും കുട്ടികൾക്ക് അഡ്വൈസബിൾ അല്ല കേട്ടോ. 18 വയസ്സിന് താഴെ ഡയറ്റ് എടുക്കുന്നത് ഒരിക്കലും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം കഴിക്കേണ്ട പ്രായമാണ്. പിന്നെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കേണ്ട സമയമാണല്ലോ അത്. ഒരുപാട് ഏജ് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഫുഡിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുത്തേണ്ടി വരും. ചെറുപ്രായത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒന്ന് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. ഇനി അത് പറ്റിയില്ലെങ്കിൽ കുറഞ്ഞ അളവിന് മധുരം കൊടുക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഈ ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റുകൾ, റസ്ക്, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, വീട്ടിലുണ്ടാക്കുന്ന വറുത്ത ആഹാര സാധനങ്ങൾ ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ്. റെഗുലറായിട്ട് ഒരു ഹാബിറ്റ് ആക്കരുത്. ഫ്രൂട്ട്സ് നന്നായിട്ട് അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ പച്ചക്കറികൾ നിർബന്ധമായിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കണം. അത് ഏത് രൂപത്തിലാണെങ്കിലും വെജിറ്റബിൾ സൂപ്പായിട്ട് കൊടുക്കാം, വെജിറ്റബിൾസ് എല്ലാം കൂടെ അടിച്ച് ജ്യൂസ് ആയിട്ട് കൊടുക്കാം, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സാലഡ് ആയിട്ട് കൊടുക്കാം, കുക്ക് ചെയ്ത് വെജിറ്റബിൾ ആയിട്ട് കൊടുക്കാം. ഏത് രൂപേണയാണെങ്കിലും കുഴപ്പമില്ല. വെജിറ്റബിൾസ് നിർബന്ധമായിട്ടും അവർക്ക് ചെറുപ്പത്തിലേ കൊടുത്ത് അതൊരു ശീലമാക്കേണ്ടതാണ്. കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാവും. ഡിന്നർ നേരത്തെ ആക്കുക. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ബാഡ് ഹാബിറ്റാണ് ഡിന്നർ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത്. അത് മാറ്റുക. ഡിന്നർ ഒരു 8 മണിക്കുള്ളിൽ എന്തായാലും കഴിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാക്കുക. ഡയറ്റിനെക്കാട്ടിയും ഉപരി ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റിക്ക് ഒരു പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്. ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ടുവരിക. എപ്പോഴും മൊബൈലും വെച്ചിട്ട് ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ഡയറ്റ് എത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, വെയിറ്റ് കുറയില്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടെ പോകുന്ന എഴുന്നേറ്റ് വീട്ടിലേക്ക് ഒന്ന് നടന്നതിന് ശേഷം വന്നിരുന്നോളൂ, കുഴപ്പമില്ല. പിന്നെ അതുകൂടാതെ ഒരു 3/4 മണിക്കൂർ എക്സസൈസിനായിട്ട് തന്നെ മാറ്റി വയ്ക്കുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ട് ജിമ്മിൽ പോയി ചെയ്യാനൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്കിപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് ഒരു സ്കിപ്പിംഗ് റോപ്പൊക്കെ വാങ്ങി വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡാൻസിങ് ഇഷ്ടമുള്ളവർക്ക്, സുംബ ഇഷ്ടമുള്ളവർക്ക് വെറുതെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് നന്നായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ബാക്കി സ്വിമ്മിങ് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ആക്ടിവിറ്റിയും, ചിലർക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ ഇഷ്ടമായിരിക്കും, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമായിരിക്കും. ഔട്ട്ഡോർ ഗെയിംസ് കേട്ടോ, മൊബൈലും വെച്ചുള്ള ഗെയിംസ് അല്ല ഞാൻ പറഞ്ഞത്. ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3/4 മണിക്കൂറെങ്കിലും എക്സസൈസ് നിർബന്ധമുള്ള കാര്യമാണ്. സൈക്കിൾ മിക്ക കുട്ടികളും ചവിട്ടുമല്ലോ, അപ്പോൾ സൈക്കിൾ ചവിട്ടാനായിട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വീക്കാവും, മെമ്മറി പവർ ഉണ്ടാവില്ല, പഠിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ കുറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഹെൽത്തിയർ ആയിട്ടുള്ള ഭക്ഷണം. ഇടയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൊടുക്കാം, കുറഞ്ഞ അളവിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കൊടുക്കാതിരിക്കുക. പോർഷൻ കൺട്രോൾ വേണം, എന്നാലും ഫുഡ് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കൊടുക്കുക. ഇടസമയത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നട്ട്സ് കൊടുക്കാവുന്നതാണ്. ഒരു 5 ബദാമോ കാഷ്യൂസോ ഒക്കെ കൊടുക്കാം. നെല്ലിക്ക നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക്. വൈറ്റമിൻ സി ഒക്കെ നന്നായിട്ടുണ്ട്. നെല്ലിക്ക വെറുതെ ഉപ്പിലിട്ട് മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ, അപ്പം നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുക. നെല്ലിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ വൈറ്റമിൻ സി ഒന്നും നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്താലും ഒന്നും നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൈഡ് തന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്, ഇപ്പോൾ വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഫ്രൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത ആഹാര സാധനങ്ങൾ, ഇപ്പോൾ അടയൊക്കെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതിൽ വെജിറ്റബിൾസോ ഒക്കെ വെക്കാം. മീറ്റിൻ്റെ കൂടെ ഇത്തിരി ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെയുള്ള ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ആഹാര സാധനവും ഇവർക്ക് നല്ലതാണ്. കുട്ടികൾക്ക് ഇഷ്ടവും ആവും. അതൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉള്ളിൽ അറിയാതെ തന്നെ ചെന്നോളും. വെള്ളം കൂടി വളരെ കുറവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുക. അത് ശരിക്കും വീട്ടിൽ എല്ലാവരും ഒരു കുപ്പിയിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്ക് മെയിനായിട്ട് അവർക്ക് മാത്രമായിട്ട് കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് അവരോട് അത് കുടിക്കാൻ പറയുക. വൈകിട്ടാകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യും വേണം ആ വെള്ളം അവർ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വീട്ടിലിരിക്കുന്ന സമയത്ത് സ്കൂളിലാണെങ്കിലും ബോട്ടിലിൽ വെള്ളം കൊടുത്തു വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക വെള്ളം കുട്ടികൾ കുടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കൂടെ വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ മിക്ക പെൺകുട്ടികൾക്കും ഈ പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് HB ഒക്കെ വളരെ ലോ ആയിട്ട് കാണുന്നുണ്ട്.
അതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മസ്റ്റായിട്ട് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് മോഷൻ ക്ലിയർ ആയിരിക്കണം. എല്ലാ ദിവസവും അവർ മോഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ചോദിച്ചെങ്കിലും മനസ്സിലാക്കാം. കൂടാതെ ആൽബൻഡസോൾ ടാബ്, അതായത് വേമിനുള്ള ടാബാണ്, 6 മാസത്തിലൊരിക്കൽ ആ ടാബ് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും കുട്ടികൾക്ക് ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റിയിൽ നിന്ന് കുറേയൊക്കെ മോചനം ലഭിക്കുന്നതാണ്. ചെറുപ്പത്തിലെ കുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുകയും വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയെ കുറിച്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.